13 വർഷം മുമ്പ് രശ്മിക്ക് എനിക്കൊരു കുഞ്ഞുണ്ടായി. ഞങ്ങൾ അവൾക്ക് പേരിട്ടു ടുട്ടു. എത്ര പെട്ടെന്നാണ് കഴിഞ്ഞ 13 വർഷങ്ങൾ പോയത്. ഇന്ന് അവളുടെ മിഡിൽ സ്കൂൾ ഗ്രാജുവേഷൻ സെറിമണിയാണ്. ഇന്നത്തെ ഈ സ്പെഷ്യൽ ദിവസം നിങ്ങളുടെ കൂടെയും പങ്കുവയ്ക്കുന്നു. ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കുഞ്ഞിൻ്റെ ഗ്രാജുവേഷൻ സെറിമണി ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. അതിനെ പറ്റിയാണ്. ഇവിടെ 8ാം ക്ലാസ് കഴിഞ്ഞാൽ സ്കൂൾ മാറും. അപ്പോൾ സ്കൂളുകാർ ഒരു ചെറിയ ഗ്രാജുവേഷൻ സെറിമണി ഓർഗനൈസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ ഇവൻറ്റ് നിങ്ങളെ കാണിക്കാം. പക്ഷേ അതിനു മുമ്പ് ടുട്ടുവിനെ പറ്റി ഒരു ചെറിയ ഇൻട്രോ. ടുട്ടു ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാം അപ്സ് ആൻഡ് ഡൗൺസും കണ്ടതാണ്. ഒരു ഡിമാൻഡും ചെയ്യാത്ത കൊച്ചാണ് ടുട്ടു. ശരിയും തെറ്റും എന്താണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെയും രശ്മിയുടെയും കരിയറിലെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ കാലം മുതൽ അവൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. അവൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ശേഷം ജീവിതത്തിൽ ചെറിയ ചെറിയ വിജയങ്ങൾ നേടാൻ ഞങ്ങൾ തുടങ്ങി. അവൾ ഞങ്ങളോടൊപ്പം പൂനെയിൽ നിന്ന് തുടങ്ങി ഇന്ന് അമേരിക്കയിൽ. ഇത് അവളുടെ കഥയാണ്. പഠിക്കാൻ താല്പര്യമില്ലാത്ത ഒരു പെൺകുട്ടിയിൽ നിന്ന് സ്വന്തം സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയ അവളുടെ യാത്ര. അവളുടെ ആഗ്രഹമായിരുന്നു ഏർലി കോളേജിൽ അഡ്മിഷൻ വേണമെന്ന്. അത് അവൾക്ക് കിട്ടി. ഏർലി കോളേജിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഹൈസ്കൂളും കോളേജിൻ്റെ ആദ്യഘട്ടവും ഒരേ സമയം പഠിക്കുന്ന പോലെയാണ്. കൊച്ചിൻ്റെ ഗ്രാജുവേഷൻ സെറിമണി ഉണ്ട് ഇന്ന്. അവളുടെ ലാസ്റ്റ് ഡേ ആവും സ്കൂളിൽ. അതിനുവേണ്ടി പോവുക. സ്കൂളിലെ ക്യാമ്പസ്. I have a few words and I'll let you guys get on with the ceremony and then like having your lockers 6 years. Olivia. Now, mind you, the student of the year principals award. നിങ്ങളാണ് പ്രൗഡ് പാരൻസ്. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അവൾക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് അക്കൗണ്ടബിലിറ്റിക്കുള്ള അവാർഡും കിട്ടി. രശ്മിയുടെ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. അവസാനം ഫോട്ടോസൊക്കെ എടുത്ത് പരിപാടിയെല്ലാം കഴിഞ്ഞു. ഹാപ്പി അല്ലേ? അതെ, പ്രൗഡ് പാരൻസ്. ഇന്ന് ടുട്ടുവിൻ്റെ ലാസ്റ്റ് ഡേയാണ്. Not good.
Say bye to your school bus last day. Say bye to all. Bye. കൊച്ചിന് വിഷമമായി. കുഴപ്പമില്ല, എങ്ങനെ ലൈഫ് ഇനിയും മുന്നോട്ട് വേറെ വേറെ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ അങ്ങനെ ഓരോന്ന് യു വിൽ ലൂസ് വൺ ബൈ വൺ ഇറ്റ്സ് എ മെമ്മറീസ്. സ്കൂളിൽ എല്ലാവരോടും ബൈ പറഞ്ഞോ? Yes. സ്കൂളിലെ ആൾക്കാരെല്ലാം കരഞ്ഞു വരുന്നുണ്ട്. Yes. പിന്നെ ടീച്ചേഴ്സോ? Teachers, yeah, they did a bit. ഇതായിരുന്നു ടുട്ടുവിൻ്റെ മിഡിൽ സ്കൂളിൻ്റെ ലാസ്റ്റ് ഡേ. അവളുടെ ലൈഫിലെ ആദ്യത്തെ മൈൽ സ്റ്റോൺ കഴിഞ്ഞു. ഇനി ഒരു പുതിയ അധ്യായം തുടങ്ങാൻ പോവാണ്. ഈ അധ്യായത്തിൽ അവൾക്ക് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അവളെടുത്തിരിക്കുന്ന സബ്ജക്റ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ആണ്. നമുക്ക് ഫ്യൂച്ചർ അറിയത്തില്ല, പക്ഷേ അവൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്കൊരാഗ്രഹമേ ഉള്ളൂ, അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണമെന്ന്. വി വോണ്ട് ടു സീ ഹർ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.